അതുപോലെ തന്നെ ഇനി എൽ ക്ലാസിക്കോ, നമ്മുടെ ടോവിനോ മോഹസിന്റെ പടം. തന്ത വൈബായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ എൽ ക്ലാസിക്കോ വന്നു. ഈ എൽ ക്ലാസിക്കോയുടെ കഥ മുഹ്സിൻ കുറെ മുന്നേ എഴുതിയാണ്. തല്ലുമാളുടെ ഒക്കെ ടൈമിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു, എൽ ക്ലാസിക്കോ അടുത്ത സിനിമ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അന്ന് അങ്ങനെ അല്ലായിരുന്നു ടീം. ഈ സൈഡിലും കുറെ സ്ത്രീകൾ, ഈ സൈഡിലും കുറെ സ്ത്രീകൾ, കുടുംബക്കാരെ വെച്ചിട്ടായിരുന്നു ആ സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൾ സ്ത്രീകളായിട്ടുള്ള ഒരു ഫൺ ഫിലിം ആയിട്ടായിരുന്നു. ഇപ്പൊ അതൊരു ടോവിനോ വരിക എന്ന് പറയുമ്പോ ഓപ്പോസിറ്റ് നസ്രിയാണ്. അപ്പൊ അത് ഫൺ ഫിലിം ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായും. ഫുട്ബോൾ പടം എൽ ക്ലാസിക്കോ എന്നുള്ള പേര് മൂപ്പര് മുന്നേ ആ KL10 ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ബാഴ്സന്റെ അക്കരയും റയലിന്റെ അക്കരയും രണ്ട് ടീമുകളുടെ കാര്യത്തില് സൈജു കുറുപ്പ് പറയില്ലേ, എന്നാ അഫ്സൽ ഒരു എൽ ക്ലാസിക്കോക്ക് ഒരുമിക്കോ എന്ന് പറയില്ലേ. എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും കളിക്കണ കളിയെ പറ്റിയിട്ട് വലിയതായിട്ട് പറയണം. അതാണ് ഇവരിങ്ങനെ ഇതിനൊക്കെ എടുത്ത് ഉപയോഗിക്കണത്. അപ്പൊ ആ സിനിമയുടെ മ്യൂസിക് ആണ് എടുത്തു പറയേണ്ടത്. വിഷ്ണു വിജയ് ചെയ്യുന്നുള്ള ഒരു ഇതിൽ നോക്കുമ്പോ സുഷിനാണ് ഇത്തവണ. അവരുടെ ശേഷം ഒരു സെലിബ്രേഷൻ മോഡുള്ള ഒരു മ്യൂസിക് സുഷിന്റെ കയ്യിൽ നമുക്ക് കറക്റ്റ് പ്ലേസ് ആണ് ഈ കോട്ടക്കല്, വളാഞ്ചേരി, പൊന്നാനി. നമ്മളിങ്ങനെ ടോവിനോ ഒരു കൊച്ചി ഗാങ്ങിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഇതല്ല പുള്ളി അങ്ങോട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സക്കറയാണ് കോറേറ്ററായിട്ട് വരുന്നത്, നമ്മളെ സുഡാനി ഫ്രനേജിയുടെ ഡയറക്ടറായിട്ട്. അപ്പൊ പ്രതീക്ഷ ഉണ്ട്, സത്യത്തില് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്തായാലും അതെ, വരണം, പുള്ളിക്കും വരണം. അപ്പൊ എന്തായാലും ബാക്കി സിനിമയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും